ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഷാനവാസും അനീഷും ആതിരയും നൂറയും അനുമോളും കൂടിയിരുന്ന ആ ഒരു യെല്ലോ സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അനുമോളും നൂറയും പറയുന്നുണ്ട്, നിങ്ങൾ 3 പേരും ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, ഞങ്ങൾ 2 പേരും മാത്രം ക്യാപ്റ്റൻ ആയിട്ടില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള 9 പേരിൽ ആകെ ക്യാപ്റ്റൻ ആവാത്തതായിട്ടുള്ളത് ഈ 2 പേര് മാത്രമാണ്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഇവനെ ആരാണ് അതിന് തെരഞ്ഞെടുത്തത്? അനീഷ് തൊട്ടപ്പുറത്തിരിപ്പണ്ടേ, ഇവനെ ആരാണ് അതിന് തെരഞ്ഞെടുത്തത്? ഇവനെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ആദ്യത്തെ ആഴ്ച ബിഗ് ബോസ് അല്ലേ ക്യാപ്റ്റൻ ആക്കിയത്? ബിഗ് ബോസ് അല്ലേ ക്യാപ്റ്റൻ ആക്കിയത്, ഇതൊരു ഭാഗ്യമല്ലേ എന്ന് നൂറയും അതിലെ കൂടി ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അനീഷിന് ഷാനവാസിനോടുള്ള ആ പിണക്കം അങ്ങ് മാറി. പിന്നീട് വീണ്ടും അവർ ആ പഴയ പോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടോം ആൻഡ് ജെറി ടൈപ്പ് സംസാരമാണ്. ഇവര് പ്രായത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ കാണാൻ തുടങ്ങിയവർക്കറിയാം, അന്ധകാലം പോലെ എന്നെ കാണാൻ തുടങ്ങിയവർക്കറിയാം എന്റെ പ്രായം എന്താണെന്നുള്ളത്. നിന്നെ പോലെ എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ ഏജിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ടോ, 1900 അത് അത്രയോ ആ ദിവസം ഞാൻ ഭൂജാതനായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള സംസാരങ്ങളായിരുന്നു ഇവർ തമ്മിൽ. പിന്നെ എന്താണ് അനീഷ് പറയുന്നത്, ഞാൻ 2K കിഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അതെ ഇവൻ ഇപ്പോഴും വിവരമില്ലാന്ന് തോന്നിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ് സംസാരമായിരുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, നിനക്ക് രാവിലെ മുതൽ തലയ്ക്ക് ലൂസാണോ ഷാനവാസെ, തലയ്ക്ക് വട്ടാണോ ഷാനവാസെ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരമാണ്. ഈ ഒരു ഗ്യാപ്പിലാണ് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ സ്പൈക്കുട്ടൻ നിപ്പുണ്ട്. പിന്നെ ദീപാവലി സ്വീറ്റ്സ് ആണ്, ദീപാവലിക്ക് വേണ്ടിയുള്ള അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്നും കൊടുത്തുവിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അവർക്ക് കൊടുത്തു. അതാണ് ലൈവിനകത്ത്. അപ്പൊ എല്ലാവരും സ്വീറ്റ്സ് കിട്ടിയ ആ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി അധികം വൈകാതെ നമ്മൾ നോമിനേഷൻ കാണും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.